പ്രിയ പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ശ്രീ വേദവ്യാസനാൽ വിരചിതമായ ശ്രീമദ് ഭഗവത്ഗീതയിലെ സാഖ്യയോഗം എന്ന 2-ാമത്തെ അധ്യായത്തിലെ 47-ാമത്തെ ശ്ലോകമാകുന്നു. ആദ്യം നമുക്ക് ശ്ലോകം ചൊല്ലിക്കൊണ്ട് ആരംഭിക്കാം. കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂഃ മാ തേ സംഗോസ്ത്വകർമ്മണി. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. കർമ്മണി ഏവ അധികാരഃ തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുഃ അഭൂഃ മാ തേ സംഗഃ അസ്തു അകർമ്മണി. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കൂ. കർമ്മണി ഏവ തേ അധികാരഃ ഫലേഷു കദാചന മാ ത്വം കർമ്മഫലഹേതുഃ മാ ഭൂഃ അകർമ്മണി തേ സംഗഃ മാ അസ്തു. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. കർമ്മയോഗത്തിൻ്റെ അതിപ്രധാനമായ 4 തത്വങ്ങളാണ് ഇവിടെ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് ഉപദേശിക്കുന്നത്. കർമ്മയോഗിക്ക് തൻ്റെ കർമ്മം നിർവഹിക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധ പാടുള്ളൂ. അല്ലെങ്കിൽ അർജുന, കർമ്മം ചെയ്യുന്നതിന് മാത്രമാണ് നിനക്ക് അധികാരം. കർമ്മഫലത്തിൽ ഒരിക്കലും അത് അധിഷ്ഠിതമാകരുത്. ഫലം ലഭിക്കണമെന്ന ഇച്ഛയോടുകൂടി കർമ്മം ചെയ്യുകയും അരുത്. എന്നാൽ കർമ്മം ചെയ്യാതിരിക്കുന്നതിലും നിനക്ക് താല്പര്യം ഉണ്ടാകരുത്. ഇതാകുന്നു പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം. നമസ്തേ.